നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഈ ലോക നേതാക്കൾക്ക് വാക്കിനും വ്യവസ്ഥയില്ലാത്തവരാണോ എന്ന് ഞാനങ്ങ് ചോദിക്കുകയാണ്. കാരണം നിലപാടിലൊന്നും ഒരു വ്യവസ്ഥയും ഇല്ലാത്ത നിന്ന നിൽപ്പിൽ യൂട്ടേൺ അടിക്കുന്ന ലോക നേതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന നിൽപ്പിൽ യൂട്ടേൺ അടിക്കുന്നതിനെ നമ്മൾ പല ആവർത്തി വിമർശിച്ചിട്ടുണ്ട് അതിശക്തമായിട്ട്. ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കും മനുഷ്യ എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് പുടിനോട് പറയാനുള്ളത് അതാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കൂ പുടിൻ എന്നാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ഇടവരെ ഞങ്ങൾ അമേരിക്കയ്ക്ക് മച്ചാനാണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട്. ഇറാനെ എങ്ങാനും തൊട്ട അമേരിക്ക വിവരം അറിയുമെന്ന്. ശരിക്കും പുടിന് ഭ്രാന്തായതാണോ അതോ ലോകത്ത് മുഴുവൻ എല്ലാവർക്കും ഭ്രാന്തായതാണോ? പുടിനല്ല പറഞ്ഞത്, റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞത്, സെർജി റിയാബ്കോ അദ്ദേഹമാണ് പറഞ്ഞത്. പുടിൻ പറഞ്ഞിട്ട് തന്നെ പുടിന്റെ അനുമതിയോടെ തന്നെ. കാരണം അമേരിക്കയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും ഇറാനിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ എന്തെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു സൈനിക ആക്രമണം നടന്നാൽ മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് സെർജി റിയാബ്കോവ് പറഞ്ഞിട്ടുള്ളത്. ഇത് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു യുക്രൈൻ വിഷയത്തിൽ അമേരിക്ക പൂർണ്ണമായും ഉൾവലിഞ്ഞതിന്റെ ഒരു ദേഷ്യത്തിലാണോ പുടിൻ ഇപ്പോൾ? അല്ല, അതിന് പക്ഷെ പുടിന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. യുക്രൈനിൽ അമേരിക്ക പിന്നാക്കം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക റഷ്യ സന്തോഷിക്കായിരുന്നില്ലേ വേണ്ടിയിരുന്ന യുക്രൈൻ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് സാധ്യതയില്ല. ഒപ്പം തന്നെ ജർമ്മനി വന്നിട്ടുണ്ട് യുക്രൈനെ പിന്തുണച്ചുകൊണ്ട് ഇനി ആയുധങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പുതിയ രാജ്യങ്ങൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്ക പിൻവലിയുകയാണെങ്കിൽ യുക്രൈൻ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കാരണം വേണമല്ലോ. ആ കാരണമാണ് ഇനിയിപ്പോ പുടിൻ ഇല്ലാത്തത്. അതെ, യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും ജർമ്മനി വന്ന കാരണം പുടിൻ ആവശ്യം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും. എത്ര വർഷമായി? 1142 ദിവസമായി നടക്കുന്ന ഒരു യുദ്ധമാണ്. 1-2 ദിവസമല്ല. ഈ ഇത്രയും യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. ഈ നമ്മൾ പറയുന്ന പോലെ ധനനഷ്ടം, മാനഹാനി, അംഗഭംഗം എല്ലാം പുടിനും സെലൻസ്കിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും യുദ്ധം അവസാനിച്ചോ? ഇല്ല. തൊട്ടപ്പുറത്ത് അമേരിക്ക ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് ഞങ്ങൾക്ക് യുക്രൈൻ വീണ്ടും ഒരു ചർച്ചയുമായി വന്നാൽ ധാതു സമ്പത്ത് ഞങ്ങൾ എടുക്കും. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പക്ഷെ പ്രാധാന്യം വീണ്ടും നമ്മള് ചർച്ചയിലേക്ക് വന്നാൽ ഇറാനുമായിട്ട് തന്നെയാണ് ഇപ്പൊ വരുന്നത്. ഇറാൻ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഭീഷണിപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഏപ്രിൽ 1 സെർജി റിയാബ്കോവ് ഒരു താക്കീത് നൽകിയത്. ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അമേരിക്കയിലും വിവരം അറിയുമെന്ന് പറഞ്ഞ് തിരിച്ചും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സ്ഥിതി കൂടുതൽ സങ്കീർണമാകും എന്നുള്ളത് അറിയാം. അപ്പൊ അമേരിക്ക ഇറാനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക തന്നെയാണ്. അപ്പൊ ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഇനി നടപ്പാവില്ല എന്ന് ഖമനേയി ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഖമനേയി പുടിന്റെ ധൈര്യത്തിലായിരിക്കും അമേരിക്കയെ കയറി ഇടയ്ക്കിടെ വെല്ലുവിളി. അപ്പൊ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും, അണ്വായുധം പ്രയോഗിക്കും എന്നൊക്കെയുള്ള വെല്ലുവിളികളാണ് അമേരിക്കയ്ക്ക് നേരെ അങ്ങ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഗാസയിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ പോലും ആ ഒരു ഘട്ടത്തിൽ പോലും ഈ ഇറാൻ രംഗത്തേക്ക് വന്ന് ഇസ്രയേലിനെ പോലും ഇത്ര വലിയ വെല്ലുവിളി വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അങ്ങ് ഇറങ്ങി നിന്ന് വിളിക്കുകയാണ്. കാരണം ഇപ്പൊ അമേരിക്ക ഇപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ, ഇരട്ട താരിഫ് ബോംബ് ഇടുമെന്ന് മാത്രമല്ല ഇരട്ട താരിഫ് ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊന്നും തന്നെ, ഈ ഭീഷണികൾ ഒന്നും തന്നെ വിലവെക്കാൻ പോകുന്നുമില്ല. അമേരിക്കയുമായിട്ട് ഒരു സമവായത്തിനും ഞങ്ങള് ഒരുക്കവുമല്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ഇപ്പം വളരെ ശക്തി ആർജിച്ചിരിക്കുകയാണ്. കാരണം ഇറാൻ കണക്ക് കൂട്ടുന്നുണ്ട്, എന്റെ പിന്നിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, മറ്റേ ഉത്തരകൊറിയുണ്ട്. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റേ വാളെടുക്കുന്നവരൊക്കെ എന്റെ പിന്നാമ്പുറത്തുണ്ടെന്നൊരു ധൈര്യത്തിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കേണ്ട കാര്യമല്ല. ഒരു യുദ്ധം
യുദ്ധമാണ് യുദ്ധവുമായി നടക്കാൻ ബന്ധപ്പെട്ട പോകുന്നത്. സംഭവമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ ഈ നിലപാടും യൂട്ടേൺ അടിയും കാണുമ്പോൾ ചിരിക്കുകയല്ലാതെ അല്ല, മറ്റു ഇപ്പൊ നിവൃത്തിയില്ല. പറയുന്നത് അമേരിക്ക ഒന്ന് പേടിക്കും എന്നുള്ള മട്ടിലാണ്. കാരണം ഇവരെല്ലാവരും മറ്റേ ഇറാന്റെ കൂടെ നിൽക്കുമ്പോൾ ട്രംപിന്റെ എന്ത് ഭീഷണി ഉണ്ടായി കഴിഞ്ഞാലും ഇറാൻ അതിനെ ശക്തിയുക്തമായിട്ട് അപലപിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒന്ന് പേടിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. പക്ഷെ ഈ ഇറാൻ ഈ ഇങ്ങനെ മുന്നിൽ നിന്നോണ്ട് പിന്നിൽ അവരുണ്ട് എന്നുള്ള ധൈര്യത്തിൽ ഇത്ര വലിയ വെല്ലുവിളി വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആരൊക്കെയോ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോ ഇറാൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ പിന്നിൽ ഇവരൊക്കെ കാണണമെന്നില്ല. എന്നുള്ളതാണ്. അത് പക്ഷെ ഇറാൻ ഇപ്പൊ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോഴും ധാതു സമ്പത്തിൽ യുക്രൈനിൽ കണ്ണുവെച്ചിരിക്കുകയാണ് അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കാൻ വീണ്ടും ട്രംപ് ഒരു വടിയിട്ട് കൊടുത്താൽ ആ വടിയിൽ കയറി പുടിൻ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുടിന് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിൽ നിന്ന് അമേരിക്ക ഒന്ന് യൂട്ടേൺ അടിച്ചപ്പോഴാണ് കലി ഇളകി പുടിൻ ഇപ്പോൾ രംഗത്ത് വന്ന്. പക്ഷെ അതങ്ങനെ പറയുമ്പോണ്ടല്ലോ, ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നുണ്ട് എന്നൊരു ഇത് വന്നിരുന്നു. അപ്പൊ പുടിനും പോകുന്നുണ്ടെന്ന് പറഞ്ഞു, ട്രംപും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ട്രംപ് ഈ ആഴ്ചയാണ് പോകുന്നത്. ഇതോടുകൂടി പുടിൻ തന്റെ പോക്ക് വേണ്ടാന്ന് വെച്ചു. കാരണം രണ്ട് പ്രാവശ്യം ഫോണിൽ കൂടെ സംസാരിച്ചു, പക്ഷെ നേരിട്ട് കാണാൻ തയ്യാറല്ല. അപ്പൊ ട്രംപ് വരുന്നുണ്ട്. അപ്പൊ ട്രംപ് പറഞ്ഞിരുന്നു സൗദി അറേബ്യയിൽ വെച്ച് പുടിനുമായും കാണുമെന്ന് പറഞ്ഞു. അപ്പം പുടിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുള്ളത് അത് ട്രംപ് പറഞ്ഞതാണ്, അത് പുടിനും പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെ മറ്റേ ഇവിടെ ട്രംപ് ഉള്ളിടത്തേക്ക് ഞങ്ങൾ പോകില്ല എന്നുള്ളൊരു പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല പുടിന്റെ മുൻ നിലപാടുകളൊക്കെ. അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. കാരണം വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കിയെ വിളിച്ച് ട്രംപ് ചെവിക്ക് പിടിക്കുമ്പോഴും നിന്ന് ചിരിക്കുന്ന ഒരു പുടിനെ നമ്മൾ കണ്ടു. എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് എത്തുന്നു എന്നാണ് പുടിൻ അന്ന് കണക്ക് കൂട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെലൻസ്കിയെ വിളിച്ചിട്ട് ട്രംപ് പറഞ്ഞത് ഇന്ന് ഇറങ്ങിക്കോണം റഷ്യൻ ടെറിട്ടറി എന്നൊക്കെയാണ് മറ്റേ വെല്ലുവിളിച്ചത്. എന്നിട്ട് പറയുകയും ചെയ്തു ധാതു കരാറിൽ ഒപ്പുവെച്ചിട്ട് പോയാൽ മതി, സെലൻസ്കി പോയി പണി നോക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ നാണക്കേടിന്റെ വക്കിലായിരുന്നു. പക്ഷെ ഇതിനിടയിലാണ് ഈ പുടിനും ഈ പറയുന്ന പോലെ ട്രംപും തമ്മിൽ ഒരു വിള്ളൽ എപ്പോഴോ ഉണ്ടായി. അത് ഏത് കാര്യത്തിലാണ്? പൊതുവെ അതാ ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും, പുടിനും ട്രംപും ആദ്യകാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. നമ്മളൊക്കെ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത് കാരണം തന്നെ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുക്രൈന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി. തിരിച്ച് റഷ്യയിലേക്കും ആക്രമണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് നടക്കുന്നു. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പുറത്ത് വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് ഇറാനിൽ നിന്ന് യുക്രൈനിലേക്ക് പോയി. ഇവിടെ ഇറാനിൽ പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുടിനെയോ അല്ലെങ്കിൽ ട്രംപിനെയോ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാനോ പറ്റാത്ത വിധമാണ് ഇറാൻ ഇവിടുന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പൊ എന്തായാലും ആണവ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് ഇറാന് കത്തെഴുതി എന്ന് പറയുന്നുണ്ട്. സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം മാർച്ച് 7-ാം തീയതിയാണ് ട്രംപ് പറഞ്ഞത്. മാർച്ച് 12-ന് UAE പ്രസിഡന്റ് ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ആണ് ഈ കത്ത് ഇറാനിൽ എത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കത്ത് ഇറാനിൽ ഏൽപ്പിക്കുന്നത് അൻവർ ഗർഗാഷ് ആണ്. പക്ഷെ അമേരിക്കയുടെ ഒരു ഭീഷണിയും ഇനി വിലപ്പോവില്ല എന്നും ഇറാനെതിരെ അമേരിക്ക നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് ഈ ആയത്തുള്ള ഖമേനി പറയുന്നത്? ഇത്രയും അധികം ഒരു ധൈര്യം ഈ അടുത്ത കാലം വരെ ഉണ്ടായിട്ടില്ല. ഈ മാർച്ചിൽ ഈ കത്ത് അയക്കുന്നതിന് മുൻപ് വരെയും ഖമേനി ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പെട്ടെന്നാണ് ഇത്രയും ഒരു വലിയ ഒരു ചാട്ടത്തിലേക്ക് ഖമേനി മുന്നോട്ട് വരുന്നത്. ഇതുവരെ പുതിയ കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ദിവസമാണ് പുള്ളി ആകെ പുറത്തു വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞത് മുഴുവൻ അമേരിക്ക കത്തിക്കുന്നതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ നമ്മുടെ ഒരു സാധ്യത പറഞ്ഞതാണ്. കാരണം ലോകം രണ്ട് ചേരിയായി തിരിയുമ്പോൾ ഒന്നിനെ പിന്തുണച്ച ഒന്നും മറ്റൊന്നിനെ പിന്തുണച്ച മറ്റു കുറെ ആൾക്കാരും ചേരുന്നത് പോലെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു നീക്കങ്ങൾ അമേരിക്കയ്ക്ക് നേരെ ഉറപ്പായുന്നുണ്ട്. റഷ്യ, ഇറാൻ, അതുപോലെ തന്നെ ചൈന, ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുക്കുന്നത് അവിടെയാണ്.
അല്ലെങ്കിൽ പിന്നെ ഖമനെ ഇത്ര ആ, ഇതിൽ വെല്ലുവിളിക്കില്ല. കാരണം ബൈഡൻ ഇരിക്കുന്ന കാലത്തല്ല വെല്ലുവിളി എന്ന് ഓർക്കണം, അല്ല, ട്രംപിന്റെ ട്രംപിന്റെ കാലത്താണ്. കാലത്താണ്. കാരണം ഇറാനെ മുച്ചൂടും പൂട്ടാനുള്ള പല വഴികളും ട്രംപിന്റെ കയ്യിലുണ്ട്, ഇനിയും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊന്നും ഭയക്കാതെ ഇറാൻ ഇത്ര ശക്തമായ രംഗത്തേക്ക് വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന് കിട്ടിയിട്ടുണ്ട്, ഒരു ചർച്ച എവിടെയോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക ഇങ്ങോട്ട് കയറി ഒരു ആക്രമണം നടത്തരുത്, അതിനൊന്ന് തടയിടാൻ വേണ്ടി ഒരു വെല്ലുവിളി നടത്തുന്നതുമാകാം. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ചൈന മുന്നോട്ട് വന്നതാകാനുള്ള സാധ്യതയാണ്. ചൈന മുൻപോട്ട് വരികയാണെങ്കിലും അത് ലോകം അറിയില്ലല്ലോ. ഒരിക്കലും ചൈന ഏതെങ്കിലും ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യത്തെ പിന്തുണച്ചതായി കേട്ടിട്ടുണ്ടോ? അത് ചൈനയുടെ ഒരു കളിയാണ്. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ ചൈനയ്ക്ക് പങ്കില്ല എന്നാണോ? ചൈനയ്ക്ക് കൃത്യമായ റോളുണ്ട്. ചൈന കൃത്യമായി ഇറാന് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചൈന പറഞ്ഞത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചൈനയിൽ നിന്ന് എത്തുന്നു. പക്ഷെ ചൈന ഇപ്പൊ ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഇറാന്റെ ആണവ പ്രശ്നം പരിഹരിക്കുക. ഇത് മാത്രമേ, എന്നിട്ട് ഒരു പുതിയ സമവായത്തിലെത്തി ഒരു പുതിയ നിയമം ഉണ്ടാക്കുക, പുതിയ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിയമങ്ങളെല്ലാം മാറ്റി എഴുതുക, ഒരു സമവായം ഉണ്ടാക്കാനാണ് അമേരിക്കയോടും ചൈനയോടും പറയുന്നത്, പക്ഷേ ഇറാനോടും പറയുന്നത്. പക്ഷെ ഈ റഷ്യയും ഈ പറയുന്ന ഇറാനും ഒക്കെ ചൈനയുടെ വാക്ക് കേട്ടിട്ടാണ് അമേരിക്കയുടെ നേരെ തിരിയുന്നതെങ്കിൽ ആന മണ്ടത്തരമെന്നേ അതിനെ പറയാനുള്ളൂ. കാരണം നിന്ന് നിൽപ്പിൽ കാലു വരുന്ന ആളാണ് ഈ ഷീ ജിൻപിങ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചൈന ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം നടക്കണം, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം നടക്കണം. എങ്കിലേ ചൈന ആഗ്രഹിക്കുന്നത് പലതും നടക്കുകയുള്ളൂ. കാരണം ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും. കാരണം തുല്യ ശക്തികൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക നഷ്ടം, മറ്റേ സൈനിക നഷ്ടം, അത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇരുപക്ഷത്തും ഉണ്ടാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ അധിപരാകാൻ മുന്നിലെത്താൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഈസി ആയിട്ട് ഉയർന്നു വരാം. അമേരിക്കയെ ചവിട്ടി താഴെ ഇടണം എന്നതാണ് എല്ലാ കാലത്തും ചൈനയുടെ ആവശ്യം. അത് ഈസിയായി നടക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഷീ ജിൻപിങ്ങിന് എല്ലാ കാലത്തും ഉണ്ട്. ഷീ ജിൻപിങ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയോട് വ്യക്തമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടോ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ബലപ്രയോഗം നടത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇറാനുമായി പേടിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുക. വെറുതെ ഇറാനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഒരു നയതന്ത്രപരമായിട്ട് ഒരു ചർച്ചയിൽ കൂടെ മാത്രം രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചൈനയും ഇതിന്റെ കൂടെ തന്നെ ഇറാന്റെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇറാൻ ചിലപ്പോൾ ഒരു അമേരിക്ക കയറി അടിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുന്നത്. ഞങ്ങൾ ആക്രമിക്കും, അണ്വായുധം പ്രയോഗിക്കും. അതുപോലെ തന്നെ ആയിരിക്കും അമേരിക്കയും. തൊട്ടാ ഞങ്ങൾ വെട്ടും, മറ്റേ പൊളക്കും എന്നൊക്കെ അമേരിക്കയും പറയുകയാണ്. പക്ഷെ ഒരു യുദ്ധത്തിന് ഒന്നും ഉള്ള ഒരു നീക്കമൊന്നും ട്രംപിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ ഇപ്പൊ റഷ്യ, ഇറാൻ, ചൈന, തീർച്ചയായും ഉത്തര കൊറിയ, ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിലനിരന്ന് നിൽക്കുകയാണ്. ഇങ്ങേപ്പുറത്ത് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ ഒരു ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. മതിയല്ലോ, ധാരാളം. ബാക്കി 4 പേരാണ്, റഷ്യ, ഉത്തര കൊറിയ. അണുബോംബ് കയ്യിലുള്ള ഡ്രീംസ് ആണ് ഇവരെല്ലാം. ഇവരുടെ കയ്യിലില്ലേ? നമ്മൾ അങ്ങനെ പക്ഷെ പൊട്ടിക്കാൻ ഉത്തര കൊറിയ പൊട്ടിക്കുന്ന പോലെ അമേരിക്ക കയറി പൊട്ടിക്കില്ലല്ലോ. അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഈ പറയുന്ന റഷ്യ ആണെങ്കിലും അണ്വായുധം ഒന്നും പ്രയോഗിക്കില്ല, ചൈന അണ്വായുധം പ്രയോഗിക്കില്ല. ഈ പറയുന്ന ഈ മുട്ടി നിൽക്കുന്ന ഇറാൻ പോലും അതൊന്നും എടുത്ത് പ്രയോഗിക്കില്ല. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. അത് ഓർക്കുക. ഇപ്പോൾ റഷ്യ ഇപ്പോൾ യുക്രൈനോട് യുദ്ധം ചെയ്യുന്നത്, ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തി തൊട്ടടുത്ത ദിവസം യുദ്ധത്തിന് പോവുകയായിരുന്നു. അതുപോലെ അമേരിക്കയോട് പോകുമോ? ഇസ്രയേലിനോട് പോകുമോ? തിരിച്ച് ഈ പറയുന്ന അമേരിക്കയോ ഇസ്രയേലോ റഷ്യയോടോ പോകുമോ? ചൈനയോട് പോകുമോ? അതൊന്നുമില്ല. കാരണം ഇവർക്കറിയാം നമ്മുടെ ഈ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് രാജ്യങ്ങൾ മത്സരിക്കുകയാണ് മുൻപന്തിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധമുണ്ടായാൽ ഒരു രാജ്യത്തെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് വലിക്കുകയാണ്. പിന്നീട് മുന്നിലേക്ക് എത്താൻ എത്ര എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൃത്യമായി ബോധ്യമുള്ളതാണ്.
അപ്പോൾ അങ്ങനെ യുദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പൊ പരമാവധി റഷ്യ യുക്രൈൻ സംഘർഷത്തിന് റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ പുടിന്റെ കുറച്ച് അത്യാഗ്രഹം കൂടിയാണ് അതിന് പിന്നിൽ കളിച്ചത്. ഇപ്പോൾ കൈവിട്ടുപോയി. അമേരിക്ക ഇപ്പോൾ യുക്രൈന് സഹായം നിർത്തി, റഷ്യക്കൊപ്പം നിന്ന് റഷ്യ ഒന്ന് പാട്ടിലാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം ഇതെല്ലാം ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ യൂട്ടേൺ അടിയും നിലപാടില്ലായ്മയൊക്കെയാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചേരിയിൽ നിന്ന് മറുചേരിയിലേക്ക് ചാടുന്നു. ഇതൊരു എന്താ പറയാ, കുരങ്ങൻ ചാടി കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ പ്രസ്താവനകൾ ഞങ്ങൾ കൊല്ലും വെട്ടും തിന്നും എന്നുള്ള വെല്ലുവിളികൾ മാത്രമായിരിക്കട്ടെ, കൂടുതൽ വിനാശകരമായ നാശത്തിലേക്കും യുദ്ധത്തിലേക്കും ഒന്നും ലോകം പോകാതെ ഇരിക്കട്ടെ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.